ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ അപകട ഭീഷണി പഠിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡ്രോൺ പരിശോധന നടത്തും. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഉടൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. ഇന്ന് നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം, ഇവിടേക്കുള്ള ഒരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡിന്റെ അലൈൻമെന്റിന്റെ ഹൈറ്റിന്റെ അലൈൻമെന്റ് കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയായ ഭാഗത്താണ് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മഴ ശക്തമായാൽ വിള്ളൽ കൂടാനാണ് സാധ്യത. മൂത്തക്കുന്നം കുര്യാപ്പള്ളി റോഡിന് സമീപം ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിലും വിള്ളലുണ്ടായി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്താണ് ഗർത്തം. ദേശീയപാതയിൽ അപകട ഭീഷണി പഠിക്കാൻ കാസർഗോഡ് ജില്ലയിൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്തും. 24 കണ്ണൂർ.